സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാൻ നെറികെട്ട പ്രചാരണം നടത്തുന്നുവെന്നും തന്റെ കുടുംബത്തെ പോലെ വേട്ടയാടുന്നുവെന്നും ഷൈൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കെതിരെ വ്യാജ പ്രചാരണമെന്ന പരാതിയുമായി KN ഉണ്ണികൃഷ്ണൻ MLAയും രംഗത്ത് വന്നു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന MLA ഫേസ്ബുക്കിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് കുറ്റപ്പെടുത്തി. വളരെ മോശമായ ഒരു സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പൊ ടീച്ചർ നിലവിൽ ഓൾറെഡി അതിന് കേസ് നൽകിയിട്ടുണ്ട്. ടീച്ചർ നടത്തുന്ന ആ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു. നമ്മുടെ നാട്ടിനകത്തെ ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തെയാണ് ഇത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പുറത്തു വന്നതോടുകൂടി ഏത് രൂപത്തിലാണ് കേരളത്തിന്റെ കോൺഗ്രസ് ജീർണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. അപ്പോ കോൺഗ്രസ് ചെന്നകപ്പെട്ട ജീർണതയെ മറയ്ക്കാൻ വേണ്ടി കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം ഇത്തരത്തിൽ ഏത് നെറുകേടും കാണിക്കും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സംഘമാണ് CPMന്റെ ജനപ്രതിനിധികളെയും വനിതാ നേതാക്കന്മാരെയും അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തലയും വാലുമില്ലാത്ത ഒരു വിവരങ്ങൾ ഇന്നലെയും മറ്റുമായി പ്രചരിപ്പിച്ച് അതിൽ നിന്ന് ഇന്നൊരു രൂപത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ പ്രചരണത്തിലേക്ക് പോകും. എന്നാൽ ഈ ആരോപണം തള്ളി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നു. CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവന പിൻവലിക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ മറ്റുള്ള ആളുകളോ പ്രചരിപ്പിച്ച ഒന്നല്ല. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക? CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്രയധികം മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്, അദ്ദേഹം അത് പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഈ KJ ഷൈനെയും KN ഉണ്ണികൃഷ്ണനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായി പോസ്റ്റുകൾ പ്രചരിക്കുകയും അവരെ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അതിലാണ് ഇന്ന് രണ്ടുപേരും രംഗത്ത് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് KJ ഷൈന്റെ പ്രസ്താവനയാണ്. തന്റെ കുടുംബാംഗങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിൽ വേട്ടയാടുന്നു. ഇതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. വിവിധ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വന്ന ആ ലിങ്കുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് KJ ഷൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നാളെ ഒരുപക്ഷെ വരാനും സാധ്യതയുണ്ട്. അതിനിടയിലാണ് KN ഉണ്ണികൃഷ്ണൻ MLAയും വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായും വ്യക്തിപരമായും നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. പ്രദേശത്തെ ഒരാളുടെ അക്കൗണ്ടിലൂടെയാണ് ഇത്തരത്തിൽ പേരോ മറ്റും സൂചിപ്പിക്കാതെ എന്നാൽ താനെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ വന്നത്. പിന്നീട് അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ഇതിന് പിന്നാലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയും KJ ഷൈന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് കോൺഗ്രസിന്റെ ചില സൈബർ ഹാൻഡിലുകളാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ DCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ആ പ്രസ്താവന പിൻവലിക്കണം, എല്ലാ കാലവും എല്ലാം മൂടിവെക്കാൻ സാധിക്കില്ല, പക്ഷേ തങ്ങളല്ല ഇത് ചെയ്തത് എന്നുള്ള ഒരു നിലപാട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും രാഷ്ട്രീയമായി UDFും LDFും പ്രത്യേകിച്ച് CPIMും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. നാളെ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയും KJ ഷൈന്റെ പരാതിയിൽ കേസെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.